2021 പുറത്തിറങ്ങിയ മിനി സീരീസ് മോർ ആൻഡ് മോർ ലവ്സ് യുവിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് യോലോന് പെട്ടെന്ന് ബ്ലീഡിംഗ് സംഭവിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതും തന്റെ തെറ്റുകളും നടന്ന ഗൂഢാലോചനയും ചതിയും തിരിച്ചറിഞ്ഞ് ഷാങ്കിന് കുറ്റബോധം തോന്നുന്നതുമായിരുന്നു. അങ്ങനെയിരിക്കെ ഡോക്ടർ അടുത്തെത്തി ഷാങ്ങിനോട് പെട്ടെന്ന് സർജറി വേണമെന്നും സർജറിക്ക് വേണ്ട ഒപ്പുവെക്കുവാനും ആവശ്യപ്പെട്ടു. കൂട്ടത്തിൽ യോലോൻ ഇനിയൊരു പക്ഷേ വീണ്ടും പ്രഗ്നന്റ് ആവാൻ സാധിച്ചേക്കില്ല എന്ന കാര്യവും പറഞ്ഞു. എന്തു തന്നെ സംഭവിച്ചാലും യോലോനെ സുരക്ഷിതയായി തിരികെ വേണം, മറ്റൊന്നും കുഴപ്പമില്ല എന്നായിരുന്നു അവൻ പറഞ്ഞത്. അവൻ ആ ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ആ സമയം അങ്ങോട്ടേക്ക് ഈയുടെ അമ്മ കടന്നു വന്നു. ഈയുടെ പക്ഷം പറഞ്ഞ് ഷാങ്ങിന് വീണ്ടും ഈയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു ഈയുടെ അമ്മ ശ്രമിച്ചത്. പക്ഷേ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരുന്ന ഷാങ് അവരോട് കയർത്തു സംസാരിച്ചു. തന്നെ ട്രാപ്പ് ചെയ്ത് പെടുത്തുകയും തെറ്റിദ്ധരിപ്പിക്കുകയും തന്റെയും യോലോന്റെയും ബന്ധം ഇത്തരത്തിൽ വഷളാക്കുകയും ചെയ്തതിനെതിരെ അവരെ താൻ അനുഭവിപ്പിക്കും, അവർക്കെതിരെ വേണ്ടത് ചെയ്യും എന്ന് ഷാങ് കടുപ്പിച്ചു പറഞ്ഞു. പിന്നാലെ സർജറി ആരംഭിച്ചു. സർജറിക്കിടയ്ക്ക് ഡാൻ കടന്നു വന്നു. യോലോൻ ഉടനടി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണമെന്നും ഹോസ്പിറ്റലിൽ അത് കുറവാണെന്നും എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യുവാനും അവനോട് ആവശ്യപ്പെട്ടു. ആ സമയം ഈ അങ്ങോട്ടേക്ക് കടന്നു വന്നു. താനും യോലോനും ഒരേ ബ്ലഡ് ടൈപ്പാണ് ഷെയർ ചെയ്യുന്നതെന്നും വേണമെങ്കിൽ താൻ അവൾക്ക് ഡൊണേറ്റ് ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷൻ അവൾ മുന്നിലേക്ക് വെച്ചു. താൻ അത് ചെയ്യണമെങ്കിൽ ഷാങ് അവളെ ഡിവോഴ്സ് ചെയ്യണം എന്നതായിരുന്നു അത്. യോലോനെ രക്ഷപ്പെടുത്തുവാൻ ഷാങ്ങിന്റെ മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. മനസ്സില്ലാ മനസ്സോടെ ഒടുവിൽ താനത് ചെയ്യാം എന്ന് ഷാങ് സമ്മതിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യാങ് സ്വബോധത്തിലേക്ക് തിരികെ എത്തി. അവൾ കണ്ണുകൾ തുറന്നു. ആ സമയം ഈ അവിടെ ഉണ്ടായിരുന്നു. ഈ വീണ്ടും യോലോനെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ച് സംസാരിച്ചു. അവളുടെ കുട്ടികൾ മരണപ്പെട്ടു പോയെന്നും അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല, നിനക്കെനിക്ക് പ്രഗ്നന്റ് ആവാൻ സാധിക്കുകയുമില്ല എന്നൊക്കെ യോലോന്റെ അടുക്കൽ ഈ ക്രൂരമായി പറഞ്ഞു. കൂട്ടത്തിൽ ഷാങ് അവളെ ഡിവോഴ്സ് ചെയ്തെന്നും കൂട്ടിച്ചേർത്തു. അപ്പോഴായിരുന്നു ഡാൻ കടന്നു വരുന്നത്. ഈക്കെതിരെ ദേഷ്യപ്പെട്ട് അസ്വസ്ഥയായ യോലോനെ അവൻ കണ്ടു. യോലോനെ ഡാങ് ആശ്വസിപ്പിച്ചു. അവൾക്ക് ഇരട്ട കുട്ടികളാണ് ഉണ്ടായിരുന്നതെന്നും ഒരു കുട്ടി മരണപ്പെട്ടെങ്കിലും മറ്റൊരു കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചെന്നും ഡാൻ യോലോനെ അറിയിച്ചു. യോലോന് വല്ലാത്ത ആശ്വാസം തോന്നി. തനിക്കിവിടെ നിൽക്കണ്ടെന്നും തന്റെ ക്രൂരന്മാരായ ഫാമിലിയുടെ അടുത്തുനിന്നും തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനും യോലോൻ ആ സമയം ഡാനിനോട് അപേക്ഷിച്ചു. യോലോന്റെ നല്ല സുഹൃത്തായ ഡാൻ അതിന് താൻ സഹായിക്കാമെന്നേറ്റു. വാക്ക് പറഞ്ഞ പോലെ ഡാൻ അവളെ സഹായിക്കുകയും ചെയ്തു. ക്രൂരന്മാരായ തന്റെ ഫാമിലിയും തന്നെ ഡിവോഴ്സ് ചെയ്ത ഷാങ്ങുള്ള നഗരവും വിട്ട് അവൾ എങ്ങോട്ടോ പോയി. ഒരു മാസത്തിനു ശേഷം യോലോനെ പറ്റി ഒരറിവും ഷാങ്ങിന് ലഭിച്ചിരുന്നില്ല. ആശുപത്രിയിൽ നിന്നും പൊടുന്നനെ അവൾ അപ്രത്യക്ഷമാവുകയായിരുന്നു. ഒരു സെർച്ച് ടീമൊക്കെ രൂപീകരിച്ച് ഷാങ് അന്വേഷണം നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചതേയില്ല. യോലോന്റെ ആബ്സെൻസ് ഷാങ് ഫീൽ ചെയ്യാൻ ആരംഭിച്ചിരുന്നു. തനിക്കായി അവൾ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നതും വൈകി വരുന്നവരെ തനിക്കായി കാത്തിരുന്നതുമൊക്കെയും അവന്റെ ഓർമ്മകളിലൂടെ കടന്നുപോയി. അന്നതൊന്നും കാര്യമാക്കിയെടുക്കാതിരുന്നതിന് അവൻ സ്വയം ശപിച്ചു. കുറ്റബോധം അവനെ വേട്ടയാടി. തന്റെയും അവളുടെയും കുട്ടിക്കാലത്തെ പറ്റിയും ഷാങ് ആലോചിച്ചുകൊണ്ടിരുന്നു. കഥ അവിടെ നിന്നും 2 കൊല്ലത്തിനപ്പുറത്തേക്ക് നീളുന്നു. ഒരു ദിവസം ഷാങ് മുത്തച്ഛനെ കാണാനെത്തി. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കുറച്ച് മോശമാവുകയായിരുന്നു. ഷാങ്ങിന്റെ ഡിവോഴ്സും അതിനെപ്പറ്റിയുള്ള വാർത്തകളും കമ്പനിയുടെ ഷെയർ ഇടിച്ചിരുന്നു. മുത്തച്ഛൻ ഷാങ്ങിനെടുക്കൽ എന്താ അവന്റെ പ്ലാൻ എന്ന് ചോദിച്ചു. ഡിവോഴ്സ് ആയിട്ടിപ്പോ കുറച്ചു കാലമായല്ലോ, മറ്റൊന്നിനെപ്പറ്റി ആലോചിക്കുന്നില്ലേ എന്നും കൂട്ടിച്ചേർത്തു. അതൊക്കെ താൻ മാനേജ് ചെയ്തോളാം എന്ന് ഷാങ് പറഞ്ഞപ്പോൾ അതൊന്നും നോക്കിയാൽ പോരാ, നിന്റെ ഡിവോഴ്സിന് ശേഷമാ കമ്പനിയുടെ ഷെയർ വാല്യൂ ഇങ്ങനെ ഇടിഞ്ഞ് ഏറ്റവും താഴെ നിലയിൽ എത്തിയത്. അതിന് സൊല്യൂഷൻ വേണമെങ്കിൽ നീ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞവനെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. ഷാങ് വിവാഹം കഴിക്കാത്തതുകൊണ്ടും കുട്ടികളില്ലാത്തതുകൊണ്ടും ഒരു പിന്തുടർച്ചാവകാശി ഇല്ലാതെ പോവുമോ എന്ന ഭയവും മുത്തശ്ശനുണ്ടായിരുന്നു. ഷാങ്ങിന്റെ കസിൻസ് ആണെങ്കിൽ ഷാങ്ങിന്റെ സ്ഥാനം നേടിയെടുക്കുവാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. അത് മുത്തശ്ശൻ അവനെ ഓർമ്മിപ്പിച്ചു. പക്ഷെ തന്റെ അധികാരത്തെ പറ്റിയോ പണത്തെ പറ്റിയോ ഒന്നും തന്നെ ഷാങ് ബോധേഡായിരുന്നില്ല. യോലോൻ മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് വീണ്ടും പഴയ നിലയിൽ എത്തിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് താൻ തിരികെ വരും എന്ന് മുത്തച്ഛനോട് പറഞ്ഞ് ഷാങ് അവിടം വിട്ടിറങ്ങി. ഷാങ് അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. യൂലോൻ ലേലാൻഡ് ഗാർഡൻ എന്ന സ്മൃതി മണ്ഡപം ഇടയ്ക്ക് സന്ദർശിക്കാറുണ്ടായിരുന്നു. അവളുടെ
അമ്മയുടെ ചിതാഭസ്മവും മറ്റും അവിടെയാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഷാങ് ആ സ്മൃതി മണ്ഡപത്തിലെത്തി അവളുടെ അമ്മയുടെ ഓർമ്മകൾ ഉള്ളിടത്ത് ചെന്നു നിന്നു. അവിടെ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മുഴുവൻ കത്തുകൾ കണ്ടു. അമ്മയുടെ മരണശേഷവും അമ്മയോട് സംസാരിക്കാൻ എന്നവണ്ണം യൂലോൻ അമ്മയ്ക്കെഴുതിയ കത്തുകളായിരുന്നു അതിൽ. ഷാങ് ഓരോ കത്തുകളും എടുത്തു വായിക്കാൻ തുടങ്ങി. കത്തുകളിൽ ഷാങ്ങുമായുള്ള പ്രണയത്തെ പറ്റിയും എത്രമാത്രം താൻ ഷാങ്ങിനെ പ്രണയിച്ചിരുന്നു എന്നും അവൾ അമ്മയ്ക്ക് എഴുതിയിരുന്നു. ഈ ഷാങ്ങിനെ രക്ഷപ്പെടുത്തിയെന്ന് പറയപ്പെടുന്ന എർത്ത്ക്വേക്ക് ഇൻസിഡന്റും അതിൽ അവൾ രേഖപ്പെടുത്തിയിരുന്നു. യാഥാർത്ഥ്യത്തിൽ അന്ന് ഭൂകമ്പം സംഭവിച്ചപ്പോൾ തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ഷാങ്ങിനെ രക്ഷപ്പെടുത്തിയത് യൂലോനായിരുന്നു. അതിൽ അവൾക്കും പരിക്ക് പറ്റിയിരുന്നു. പക്ഷേ പരിക്കിൽ നിന്നും ഉണർന്ന് ബോധം തെളിഞ്ഞപ്പോൾ അവൾ കണ്ടത് ഷാങ്ങിനെ രക്ഷപ്പെടുത്തിയ ക്രെഡിറ്റ് മുഴുവൻ ഈ ഏറ്റെടുത്തതും ഈയുടെ അമ്മ അതിന് കൂട്ടുനിൽക്കുന്നതുമായിരുന്നു. ഈയാണ് തന്നെ രക്ഷിച്ചത് എന്ന് ചിന്തിച്ച ഷാങ് ആകട്ടെ അന്നു മുതൽ ഈയെ ഡേറ്റ് ചെയ്യാനും തുടങ്ങി. ആ സത്യവും ഷാങ്ങിനെ ഞെട്ടിക്കുന്നതായിരുന്നു. എത്രമാത്രം തെറ്റാണ് താൻ ചെയ്തു പോയത് എന്ന് കുറ്റബോധത്താൽ ഒരുക്കിയ ഷാങ് അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്തു തന്നെയുണ്ടെങ്കിലും യൂലോനെ കണ്ടെത്തിയേ പറ്റൂ എന്നാ നിമിഷം ഷാങ് ഉറപ്പിച്ചു. അവൻ സുഹൃത്ത് ക്വാന്റെ സഹായം തേടി. ലോകത്തുള്ള എന്ത് റിസോഴ്സസും അതിനുവേണ്ടി ഉപയോഗിച്ചോളാനും ഷാങ് അവനോട് പറഞ്ഞു. ഷാനും ക്വാങ്ങും ചേർന്ന് അത്രമേൽ മികച്ച ഒരു തിരച്ചിൽ തന്നെ നടത്തി. ഒടുവിൽ ഒരു ഇമ്പോർട്ടന്റ് വിവരവും കുറച്ചു നാളുകൾക്ക് ശേഷം അവർക്ക് ലഭിച്ചു. ഡാനും യൂലോങ്ങും ന്യൂസിലാൻഡിലേക്ക് താമസം മാറ്റിയെന്നും അവർ തങ്ങളുടെ ഐഡന്റിറ്റി ഒഴിവാക്കി മറ്റൊരു ഐഡന്റിറ്റിയിലാണ് ന്യൂസിലാൻഡിൽ ജീവിക്കുന്നത് എന്നുമായിരുന്നു അത്. എല്ലാത്തിലും ഉപരിയായി യൂലോനിപ്പോൾ 2 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് എന്ന വിവരവും ഷാങ് കേട്ടു. പിന്നാലെ അവർ ആ വിവരം അനുസരിച്ച് കൂടുതൽ അന്വേഷണം തുടങ്ങി. അതിനിടയിൽ ഒരു ന്യൂസ് റിപ്പോർട്ടും അവരുടെ പക്കലെത്തി. ഒരു അപകടത്തിൽ യൂലോനും മകനും മരണപ്പെട്ടു എന്ന വാർത്തയായിരുന്നു അത്. കാർ ആക്സിഡന്റിൽ മരണപ്പെട്ട അവരുടെ ചിതാഭസ്മം ന്യൂസിലാൻഡിലെ ഒരു പ്രധാന നദിയിൽ നിമഞ്ജനം ചെയ്തു എന്നും ആ ന്യൂസ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഷാങ് ആകെ തകർന്നു പോയിരുന്നു. താൻ എത്രമാത്രം യൂലോനെ പ്രണയിക്കുന്നു എന്നുകൂടി അവൻ തിരിച്ചറിഞ്ഞത് ആ നിമിഷമായിരുന്നു. യൂലോന്റെ ചിതാഭസ്മം ഒഴുക്കിയെടുത്ത് പോകണം എന്ന് ഷാങ്ങിന് തോന്നി. ആ റിവർ സൈഡിൽ പോയി പ്രാർത്ഥിക്കാനായി ഷാങ് നിന്നു. വളരെ യാദൃച്ഛികം എന്നവണ്ണം ആ നദിയുടെ ഒരു വശത്തായി ആളുകൾക്കിരിക്കാനുള്ള ബെഞ്ചിലിരിക്കുന്ന ഒരു സ്ത്രീയെയും ചുറ്റിലും ഓടി നടക്കുന്ന ഒരു കുട്ടിയെയും ആ സമയം ഷാങ് കണ്ടു. ഞെട്ടലോടെ അത് യൂലോനും മകനുമാണ് എന്ന് ഷാങ് തിരിച്ചറിഞ്ഞു. മരണപ്പെട്ടവർ എങ്ങനെ ജീവനോട് നിൽക്കുന്നു എന്ന് ഷാങ്ങിന് അതിശയം തോന്നി. ആ സമയം ഡാനും അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഷാങ് ഡാനിനെ എതിരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു. ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടി തങ്ങൾ ശ്രമിച്ചപ്പോൾ തെളിവുണ്ടാക്കാൻ ചെയ്ത ഒന്നാണ് ആ പ്രവൃത്തിയെന്നും യൂലോൻ മരണപ്പെട്ടിട്ടൊന്നുമില്ല എന്നും ഡാൻ വ്യക്തമാക്കി. യൂലോനിനോട് ചെയ്തതൊക്കെ മതിയെന്നും അവൾ ഇപ്പോൾ സന്തോഷവതിയാണെന്നും അവളെ വിട്ടു പോകുവാനും ഡാൻ ഷാങ്ങിനോട് പറഞ്ഞു. ഒരു ഗുഡ് ബൈ പോലും പറയാതെ ഒന്നും മിണ്ടുക പോലും ചെയ്യാതെ യൂലോൻ തന്നെ വിട്ടു പോയതെന്താണ് എന്ന് യൂലോങ്ങിനടുത്തും ഷാങ് ചോദിച്ചു. ഡാൻ അതിൽ ഇടപെടുകയും അവിടെ ചെറിയ ഫൈറ്റ് ഉണ്ടാവുകയും ചെയ്തു. ഷാങ് യൂലോനോട് അപേക്ഷിച്ചെങ്കിലും അതൊന്നും കേൾക്കാൻ യൂലോങ്ങും കൂട്ടാക്കിയില്ല. ഡാൻ ഷാങ്ങിനെ ചവിട്ടി താഴെയിട്ടു. ശേഷം യൂലോങ്ങും മകനുമായി അവിടെ നിന്ന് പോയി. പക്ഷേ അങ്ങനൊന്നും വിട്ടുകൊടുക്കാനോ തോറ്റു പിന്മാറാനോ ഷാങ് ഒരുക്കമായിരുന്നില്ല. ഷാങ് വീണ്ടും യൂലോനെ അന്വേഷിച്ചു ചെന്നു. അവളുടെ അടുത്തെത്തി ചെയ്തുപോയ തെറ്റുകൾക്ക് മാപ്പപേക്ഷിച്ചു. തനിക്കൊരു അവസരം കൂടി തരാമോ എന്ന് ചോദിച്ചു. പക്ഷേ യൂലോങ് അതൊന്നും കേൾക്കാനോ ഷാങ്ങിനെ സ്വീകരിക്കാനോ തയ്യാറായില്ല. അതോടെ ഷാങ്ങിന് മറ്റൊരു മുഖം കാണിക്കേണ്ടി വന്നു. ഷാങ് തന്റെ കൂടെ വന്നില്ലെങ്കിൽ, തനിക്കൊരു സെക്കൻഡ് ചാൻസ് തന്നില്ലെങ്കിൽ ഡാനിന്റെ ജീവിതം താൻ ദുസ്സഹമാക്കി തീർക്കും എന്ന തരത്തിൽ യൂലോനിനെ ഷാങ് ഭീഷണിപ്പെടുത്തി. ഡാൻ യൂലോന്റെ മേലിൽ ഇല്ലീഗലായ ഒരു ട്രസ്റ്റ് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അത് താൻ റിപ്പോർട്ട് ചെയ്താൽ എന്നേക്കും ഡാൻ ജയിലിൽ പോകും എന്നും അവൻ കൂട്ടിച്ചേർത്തു. ഡാൻ കഷ്ടപ്പെടണം എന്ന് യൂലോൻ ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഡാനിനെ മാറ്റി നിർത്തണമെന്നും ഷാങ്ങിനൊപ്പം വരാമെന്നും യൂലോനൊടുവിൽ സമ്മതിച്ചു. ഇതേ സമയം മറ്റൊരു വശത്ത് ഈലോൻ ജീവനോടെയുണ്ടെന്നും അവളിപ്പോൾ ഷാങ്ങിനൊപ്പം തിരികെ വന്നിരിക്കുന്നു എന്നും ഈ അറിഞ്ഞു. ഡിവോഴ്സ്ഡായി നിൽക്കുകയായിരുന്ന ഷാങ്ങിനെ വിവാഹം കഴിക്കാം എന്ന് ചിന്തിച്ചിരുന്ന അവൾക്ക് കിട്ടിയ തിരിച്ചടിയായിരുന്നു അത്. അതോടെ അവൾ ഹോസ്പിറ്റലിലെത്തി ഡാനിനെ ചെന്ന് കണ്ടു. യാഥാർത്ഥ്യത്തിൽ ഡാനും ഈയും തമ്മിൽ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു രഹസ്യ കരാർ ഉണ്ടാക്കിയിരുന്നു. ഡാൻ ഇഷ്ടപ്പെടുന്ന യൂലോനെ അവന് കെട്ടുവാനും ഷാങ്ങിനെ ഈയ്ക്ക് വിവാഹം കഴിക്കുവാനും പരസ്പരമുള്ള ഒരു ഒത്തുകളി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈയും ഡാനും ചേർന്ന് ഈലോനെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു അവളെ ന്യൂസിലാൻഡിലേക്ക് മാറ്റിയത്. യൂലോന്റെ കുട്ടി മരിച്ചുപോയെന്നും യൂലോനിന് കുട്ടികൾ ഉണ്ടാവില്ല എന്നുമായിരുന്നു ഡോക്ടറായ ഡാൻ അന്ന് ഷാങ്ങിനെ അറിയിച്ചതും. അക്കാര്യം ഷാങ്ങിന്റെ മുത്തച്ഛന്റെ ചെവിയിൽ എത്തിക്കുകയും മുത്തച്ഛന്റെ ഫോഴ്സ് കാരണം ഒടുവിൽ ഷാങ്ങിന് ഡിവോഴ്സ് ചെയ്യേണ്ടി വരികയുമായിരുന്നു. യൂലോൻ തിരികെ എത്തിയതിൽ പിന്നെ ഷാങ് അവരെ നല്ല രീതിയിൽ നോക്കാൻ ആരംഭിച്ചു. കൂടുതൽ സമയവും യൂലോനിനും മകനും
യൂലോനും വേണ്ടി മാറ്റിവെച്ചു. യൂലോനിന്റെ മകനെ സ്വന്തം മകനെ പോലെ നോക്കി. അപ്പോഴും അത് തന്റെ മകനാണ് എന്ന് ഷാങ്ങിന് അറിയില്ലായിരുന്നു. പതിയെ പതിയെ ഷാങ്ങിൽ വന്ന മാറ്റങ്ങൾ യൂലോനും തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ യൂലോനും മകനും തിരിച്ചെത്തിയ കാര്യം മുത്തശ്ശൻ അറിഞ്ഞിരുന്നു. മുത്തശ്ശൻ അവരെ കാണാനെത്തി. യൂലോന്റെ മകൻ ഷാങ്ങിന്റെ മകനാണോ എന്ന് മുത്തശ്ശൻ ഉറപ്പിക്കണമായിരുന്നു. കുട്ടിയുമായി ഇടപഴകി കളിക്കുന്ന നേരം ബുദ്ധിപരമായി മുത്തച്ഛൻ കുട്ടിയുടെ ഒരു മുടി കൈക്കലാക്കി. വൈകാതെ അത് DNA ടെസ്റ്റിനയച്ചു. കുട്ടിയുടെ അച്ഛൻ ഷാങ് ആയിരിക്കും എന്ന് മുത്തശ്ശന്റെ ഊഹം തെറ്റിയില്ല. DNA റിസൾട്ട് പ്രകാരം കുട്ടി ഷാങ്ങിന്റെ മകനാണെന്ന് തെളിഞ്ഞു. മുത്തശ്ശനും ഷാങ്ങും ഏറെ സന്തോഷിച്ച ഒരു നിമിഷമായിരുന്നു അത്. തന്റെ മരുമകളായി യൂലോനെ വീണ്ടും മുത്തശ്ശൻ അക്സെപ്റ്റ് ചെയ്തു. തന്റെ പേരക്കുട്ടിയെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇതിനിടയിൽ ഈ ആകട്ടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ദേഷ്യം കനത്തിയവൾ ഷാങ്ങിന്റെ മകനെ ഒരു ദിവസം തട്ടിക്കൊണ്ടുപോയി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വിവരം അറിഞ്ഞ് ഷാങ്ങും യൂലോനും ഷാങ്ങിന്റെ സുഹൃത്ത് ക്വാനും കൂടി അന്വേഷിച്ചു പിടിച്ച് ഒഴിഞ്ഞൊരു കെട്ടിടത്തിലേക്കെത്തി. അവിടെ കുട്ടിക്കൊപ്പം ഈയും ഉണ്ടായിരുന്നു. കുട്ടിയെ ബന്ദിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈയുടെ മുമ്പിലേക്കെത്തിയ ഈലോൻ തന്റെ മകനെ വെറുതെ വിടാൻ പറഞ്ഞ് ഈയോട് അപേക്ഷിച്ചു. താൻ അവിടെ നിന്നും അവളുടെ കൺമുമ്പിൽ വരാത്തിടത്തേക്ക് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ ഈ ആകട്ടെ അതൊന്നും ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ ഈ കാണാതെ ക്വാൻ പിന്നിലൂടെ വന്ന് ഈയെ ബന്ദിയാക്കി കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. യൂലോന് സുരക്ഷിതമായി തന്റെ മകനെ മടക്കി ലഭിച്ചു. ദേഷ്യത്തോടെ ഷാങ് ഈയോട് പറഞ്ഞു, ഒരാളെ കബളിപ്പിച്ച് പ്രണയിപ്പിക്കാൻ അങ്ങനെ എല്ലാ കാലവും ആർക്കും സാധിക്കില്ല. എനിക്ക് നിന്നോട് വെറുപ്പാണ്. തന്റെ ജീവിതത്തിൽ താൻ യൂലോനെ മാത്രമേ പ്രണയിക്കുള്ളൂ. ഈയുടെ പ്രവൃത്തികൾ പോലീസിനെ അറിയിക്കുകയും ഈയെ പോലീസിന് കൈമാറ്റം ചെയ്യുകയും ചെയ്തു. അധികം വൈകാതെ ഷാങ് വീണ്ടും യൂലോനെ പ്രപ്പോസ് ചെയ്തു. ചെയ്തുപോയ തെറ്റുകൾക്ക് ഒരിക്കൽ കൂടി അവളോട് ക്ഷമ ചോദിച്ചു. തനിക്ക് പറ്റാവുന്നിടത്തോളം നല്ല രീതിയിൽ അവൾ കുതകുന്ന മികച്ച ഒരു ഭർത്താവായിരിക്കും താനെന്ന് അവൾക്ക് വാഗ്ദാനം ചെയ്തു. നമ്മുടെ മകന് നല്ലൊരു അച്ഛനുമായിരിക്കും എന്ന് സത്യം ചെയ്തു പറഞ്ഞു. നിറക്കണ്ണുകളോടെ സന്തോഷത്തോടെ യൂലോന പ്രപ്പോസൽ സ്വീകരിച്ചു. അവൻ അവളുടെ വിരലിൽ മോതിരമണിയിച്ചു. അവർ ഒന്നുചേരുന്ന ആ ദൃശ്യത്തോടെ മിനി സീരീസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.